ജീവശാസ്ത്ര ശാഖയുടെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അരിസ്റ്റോട്ടിലിനെയാണ്. അറിവിന്റെ എല്ലാ മേഖലയിലും ശാസ്ത്രീയ ചിന്തയ്ക്ക് തുടക്കമിട്ടതും അരിസ്റ്റോട്ടിലാണ്. മൺമറഞ്ഞിട്ട് 2000-ലധികം വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അറിവിന്റെ ലോകത്ത് ആ പേര് ഇപ്പോഴും മായാതെ നിൽക്കുന്നു. പുരാതന ഗ്രീസിലെ ത്രേസിൽ സ്റ്റാഗിറ എന്ന സ്ഥലത്ത് BC 384 ജനിച്ചു. മാസിഡോണിയയിലെ കൊട്ടാരം വൈദ്യനായിരുന്നു പിതാവ്. 18-ാം വയസ്സിൽ പഠനത്തിനായി ഏഥൻസിലെ പ്ലേറ്റോ അക്കാദമിയിൽ ചേർന്നു. പ്ലേറ്റോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ. പ്ലേറ്റോയുടെ മരണശേഷം ഏഥൻസ് വിട്ട അരിസ്റ്റോട്ടിൽ മാസിഡോണിയൻ രാജാവിന്റെ ക്ഷണപ്രകാരം അലക്സാണ്ടർ രാജകുമാരന്റെ ഗുരുപദവി ഏറ്റെടുത്തു. ലോകം കീഴടക്കാനായി അലക്സാണ്ടർ ഇറങ്ങിത്തിരിച്ചപ്പോൾ വീണ്ടും ഏഥൻസിലേക്ക് പോയി. അവിടെ ലൈസിയം എന്ന പേരിൽ ഒരു പാഠശാല സ്ഥാപിച്ചു. ജീവശാസ്ത്രത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്ഥാപിച്ച ലൈസിയത്തിന്റെ പരിസരത്ത് വിശാലമായൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ അദ്ദേഹം വെച്ചുപിടിപ്പിച്ചിരുന്നു. ലോകം കീഴടക്കാനിറങ്ങി പുറപ്പെട്ട അലക്സാണ്ടർ തന്റെ പടയോട്ടത്തിനിടെ പടയാളികളെ വിട്ട് അതത് പ്രദേശങ്ങളിലെ സസ്യജാതികളെ സംഭരിച്ച് ഗുരുവിനായി ലൈസിയത്തിലെത്തിച്ചു. അങ്ങനെ ലോകമെമ്പാടുമുള്ള സസ്യമാതൃകകൾ ലൈസിയത്തിൽ ശേഖരിക്കാൻ അരിസ്റ്റോട്ടിലിന് കഴിഞ്ഞു. നമ്മുടെ കുരുമുളകും ഏലവും വരെ അവിടെ ഉണ്ടായിരുന്നു അത്രേ. ഇടുങ്ങിയ ക്ലാസ് മുറിയിൽ വെച്ചായിരുന്നില്ല ലൈസിയത്തിലെ വിദ്യാഭ്യാസം. തുറന്ന സ്ഥലത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി പ്രകൃതിയെ നിരീക്ഷിച്ചു നടക്കുമ്പോൾ ഓരോന്നും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു. കാര്യങ്ങൾ വിശദീകരിക്കാൻ ചിത്രങ്ങളെ ആദ്യമായി പ്രയോജനപ്പെടുത്തിയതും അരിസ്റ്റോട്ടിലാണ്. ജീവശാസ്ത്രം, ശരീരശാസ്ത്രം, രാഷ്ട്രതന്ത്രം, ജ്യോതിശാസ്ത്രം, അന്തരീക്ഷശാസ്ത്രം, ഭൗതികശാസ്ത്രം, ഗണിതം, ആധ്യാത്മികത, അലങ്കാരശാസ്ത്രം, നാടകം, കാവ്യമീമാംസ, ഭൂമിശാസ്ത്രം, തത്വശാസ്ത്രം എന്നിവയെല്ലാം അരിസ്റ്റോട്ടിലിന്റെ ഗവേഷണ വിഷയങ്ങളായിരുന്നു. ഈ വിഷയങ്ങളിലൊക്കെ അക്കാലത്തെ അംഗീകൃത തത്വങ്ങൾ അരിസ്റ്റോട്ടിൽ രചിച്ചവയായിരുന്നു. അലക്സാണ്ടറുടെ പാവഭരണമായിരുന്നു ഏഥൻസിലും നിലനിന്നിരുന്നത്. അലക്സാണ്ടറുടെ മരണത്തോടെ ഏഥൻസുകാർ മാസിഡോണിയക്കാർക്കെതിരെ തിരിഞ്ഞു. അരിസ്റ്റോട്ടിലിനെ വിചാരണ ചെയ്യാൻ തീരുമാനിച്ചതോടെ ഏഥൻസ് വിട്ട അദ്ദേഹം ഉദരരോഗത്താൽ BC 322 അന്തരിച്ചു. തന്റെ നിഗമനങ്ങൾ താൽക്കാലികമാണെന്നും പുതിയ അറിവുകൾ കിട്ടിയാൽ ധാരണ തിരുത്തണമെന്നും തന്റെ കൃതികളിലെല്ലാം അരിസ്റ്റോട്ടിൽ ഊന്നി പറഞ്ഞിരുന്നു.